കഥ പാതി വഴിയിൽ പാർട്ട് 2. അവതരണം ഷെറിനോഷ. പൂജ, ഈ ഒരു വർഷക്കാലം നീ എന്നെ ചതിക്കുകയായിരുന്നു. ഒരിക്കലെങ്കിലും നിനക്കെന്നോട് തുറന്നു പറയാമായിരുന്നു. വിവാഹത്തിന് മുൻപാരോടെങ്കിലും അടുപ്പമുള്ളത് പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും നീ അവനെ സ്നേഹിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. മഹേഷിൻ്റെ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഹി പ്ലീസ്, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് കഴിയുന്നില്ല മഹി. പപ്പയൊരിക്കലും ഞങ്ങളുടെ വിവാഹം നടത്തി തരില്ലെന്ന് പറഞ്ഞു. പ്ലീസ് മഹി, ഇത്രയും കാലം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. പൂജ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നീ മറ്റൊരാളെ സ്നേഹിച്ചത് നിന്റെ തെറ്റല്ല. പക്ഷേ നിനക്കെന്നോട് പറയാമായിരുന്നു. ഒരിക്കലെങ്കിലും ഒരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിക്കില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നം കണ്ടുപോയി. മഹേഷ് കണ്ണുകൾ തുടച്ചു. സാരമില്ല പൂജ, ഇനിയും നിന്നെ ഒരു ചരടിൽ കെട്ടിയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ നിൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പൊയ്ക്കോ. ഒരാൾ നെഞ്ചിലിട്ട് മറ്റൊരാൾക്ക് ശരീരം നൽകിയതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂജ അവനെ തുറിച്ചു നോക്കി. മഹി, വേണ്ട മഹി, ഇനിയും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പൂജ കരഞ്ഞുകൊണ്ട് കട്ടിലിൽ ചെന്നിരുന്നു. മഹേഷിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭക്ഷണം കഴിക്കാൻ അവനൊട്ടും വിശപ്പ് തോന്നിയില്ല. അവൻ വീട്ടിൽ നിന്നും ഫ്രണ്ടായ വിവേകിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്നത്തെ രാത്രിയിൽ മഹേഷ് വിവേകിനൊപ്പം അവൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ അടുത്ത ചെയറിൽ തന്നെ വിവേക് ലാപ്ടോപ്പിലെന്തോ പരതിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. മഹേഷ് പതിയെ എഴുന്നേറ്റ് വന്നു. മഹി, താൻ എഴുന്നേറ്റോ? എന്തുപറ്റി? ഇന്നലെ രാത്രി കുടിച്ച് പൂസായി താൻ ഇങ്ങോട്ട് പോന്നതെന്തേ? വിവാഹത്തിന് ശേഷം ഇത് പതിവില്ലാത്തതാണല്ലോ. വിവേക് സംശയത്തോടെ മഹിയെ നോക്കി. ഏയ് ഒന്നുമില്ല, എനിക്കെന്തോ നിൻ്റെ അടുത്ത് വരണമെന്ന് തോന്നി. അവൻ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം വിവേകിനോട് പറഞ്ഞില്ല. ഒരുപക്ഷെ അവൾക്കൊരു തെറ്റുപറ്റിപ്പോയതായിരിക്കാം. ഇനിയുണ്ടാവില്ലെന്ന് അവൾ രാത്രിയിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരുത്തനുമായി ഇഷ്ടമുണ്ടായിരുന്നത് ആരും അറിയാത്തതാണ് നല്ലതെന്ന് മഹേഷിന് തോന്നി. മഹി, എന്താടാ തൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ? നീ പൂജയുമായി വഴക്കിട്ടോ? എത്രയൊക്കെ പറഞ്ഞിട്ടും വിവേകിൻ്റെ ഉള്ളിലും വീണ്ടും സംശയം നിറഞ്ഞു. ഏയ് ഒന്നുമില്ല, ഞാൻ ചെറുതായി അവളുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കി. സാരമില്ല, എനിക്ക് അവളോട് സോറി പറയണം. സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഇപ്പോഴുള്ളൂ. മഹേഷ് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് വീട്ടിലേക്ക് പോവാനിറങ്ങി. അവൻ്റെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. എന്നാലും പൂജ തന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പണ്ടത്തെ പോലെ ഇനിയും തനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരുപാട് ചിന്തകൾ അവനെ ആശയക്കുഴപ്പത്തിലാക്കി. വീട്ടിലെത്തി അവൻ സ്വന്തം റൂമിലേക്ക് കയറിപ്പോയി. കുളിച്ച് ഫ്രഷായി അവൻ വർക്കിന് പോവാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി. പൂജയെ എവിടെയും കണ്ടില്ലല്ലോ. അപ്പോഴാണ് ഫോണിൽ വന്നു കിടക്കുന്ന പൂജയുടെ മെസ്സേജ് അവൻ ശ്രദ്ധിച്ചത്. മഹി, ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. പുലരുവോളം ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു. ഞാൻ അലക്സിക്കൊപ്പം പോവുകയാണ്. ഇനിയും ഞാനിവിടെ നിന്നതുകൊണ്ട് പ്രയോജനമില്ല. നമുക്ക് രണ്ടുപേർക്കുമിടയിൽ ആത്മാർത്ഥ സ്നേഹം ഒരിക്കലും ഇനി ഉണ്ടാവില്ല. മെസ്സേജ് വായിച്ച മഹേഷ് ഒരു നടുക്കത്തോടെ സോഫയിലേക്ക് ഇരുന്നു പോയി. ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പൂജയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? ഇത്ര കാലവും താൻ എത്ര സ്നേഹത്തോടെയാണ് അവളെ സംരക്ഷിച്ചത്. മാത്രമല്ല, ഈ ഒരു മാസം താൻ വല്ലാത്ത പ്രതീക്ഷയിലായിരുന്നു. അവൾ തനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന പ്രതീക്ഷയോടെ താൻ കാത്തിരിക്കുകയായിരുന്നു. മോനെ മഹി, ഭക്ഷണം കഴിക്കാൻ വായോ. പൂജമോള് വീട്ടിലേക്ക് പോയതാണോ? ഒരുപാട് പെട്ടികളും സാധനങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ രാവിലെ പോയത്. മാളുവമ്മ മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് മഹേഷിനോട് ചോദിച്ചു. ഞാനിപ്പോൾ വരാം, ഫുഡ് എടുത്തു വച്ചോളൂ. മഹേഷ് ധൃതിയിൽ കമ്പനിയിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങി. പപ്പയും അമ്മയും ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തും. പൂജ പോയതിനെക്കുറിച്ച് ആരോടും വിശദീകരിക്കാൻ തനിക്കാവില്ലെന്ന് മഹേഷിന് തോന്നി. സമയം വളരെയേറെ വേഗതയിൽ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു.
കമ്പനിയിൽ തൻ്റെ മുൻപിലേക്ക് വരുന്ന പല ഫയലുകളും മഹേഷിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സാർ, രാവിലെ കൊണ്ടുവന്ന ഫയലാണിത്. സാർ ഇത് വായിച്ചില്ലേ? ഇതിൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ. സ്വാമിയാർ മഹേഷിനോടായി ചോദിച്ചു. സ്വാമി, ഇന്നെനിക്ക് തീരെ വയ്യ. തലയ്ക്കകത്ത് വല്ലാത്ത വേദന. എല്ലാം ഞാൻ നാളെ നോക്കിക്കൊള്ളാം. മഹേഷ് വീണ്ടും കാറിൻ്റെ ചാവിയുമായി ഓഫീസിൽ നിന്നും വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. മഹി സാറേ, സാറിനെ കാണാൻ വേണ്ടി ഒരു ലേഡി വന്നിട്ടുണ്ട്. സാറിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ടും പോവാൻ കൂട്ടാക്കുന്നില്ല. പൂജയെക്കുറിച്ചെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. സ്വാമിയാർ മഹേഷിനെ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. പൂജയുടെ കാര്യം കേട്ടതും മഹേഷ് പെട്ടെന്ന് സ്വാമിയെ നോക്കി. സ്വാമി, ആ ലേഡിയോട് വരാൻ പറയൂ, ഞാൻ സംസാരിക്കാം. അവൻ്റെ ആജ്ഞ കിട്ടിയതും സ്വാമിയാർ പുറത്തേക്ക് കടന്നുപോയി. അല്പസമയം കൊണ്ട് തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു യുവതി മഹേഷിൻ്റെ ഓഫീസിനകത്തേക്ക് കയറി വന്നു. അവർ ആ കുഞ്ഞിനെയും എടുത്ത് മഹേഷിൻ്റെ ടേബിളിന് മുൻപിലെ കസേരയിൽ വന്നിരുന്നു. ഹായ് മഹേഷ്, ഞാൻ താര. ഞാൻ മഹേഷിനെ ഒരുപാട് നാളായി അറിയും. മഹേഷ് എത്ര ആലോചിച്ചിട്ടും താരയെ തനിക്ക് പരിചയമുള്ളതായി അവന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. മഹേഷിന് എന്നെ മനസ്സിലായില്ല അല്ലേ? ഞാൻ അലക്സിയുടെ ഭാര്യയാണ്. അവളുടെ വാക്കുകളിൽ വല്ലാത്ത നിരാശ നിറഞ്ഞതുപോലെയായിരുന്നു. മഹേഷിൻ്റെ മുഖത്ത് വിളർച്ച ബാധിച്ചു. പൂജ പറഞ്ഞ അലക്സിയെക്കുറിച്ചാണോ താര പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വിവാഹിതനായ ഒരാൾക്കൊപ്പമാണോ പൂജ ഇറങ്ങിപ്പോയത്? അവൻ ആകെ കൺഫ്യൂഷനായ ഒരവസ്ഥയിലായി മാറി. മഹേഷ്, താങ്കൾക്ക് പൂജ ഇപ്പോൾ എവിടെയാണുള്ളതെന്നറിയാമോ? താങ്കളും കൂടി അറിഞ്ഞുകൊണ്ടാണോ അവൾ എൻ്റെ അലക്സിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്? താരയുടെ വാക്കുകൾ ഇടറിയിരുന്നു. താങ്കൾ എന്നെക്കുറിച്ച് ഓർക്കണ്ട. പക്ഷേ എൻ്റെ കുഞ്ഞ്, എട്ടും പൊട്ടും തിരിയാൻ പ്രായമായിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിന് അവൻ്റെ പപ്പയെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പൂജയെ അലക്സിക്കരികിൽ നിന്നും തിരികെ കൊണ്ടുപോവണം. എനിക്കും എൻ്റെ കുഞ്ഞിനും അവന് വേണം. താരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹേഷ് എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയായിരുന്നു. പാതി വഴിയിൽ ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു.